ഹരേ കൃഷ്ണ. കൃഷ്ണഗാഥ ഒന്നാം ഭാഗം. കൃഷ്ണ ഉൽപ്പത്തി 260 മുതൽ 300 വരെ. ചങ്ങാതിമാരായുള്ള അങ്കനമാരെല്ലാം മംഗലമാകിന്നു ചൊല്ലിപ്പൂണ്ടാർ. ആനകതുന്തുബി താനുമന്നേരത്തു മാനിനി താനുമായി മന്ദിയാതെ സുന്ദരമായുള്ള മന്ദിരം പൂകിനാൻ പന്തികൾ വാഴ്ത്തുന്ന വാർത്തയുമായി. വേളിയെ തൊട്ടുള്ളൊരുത്സവം തന്നെയും മേളമായി പിന്നെ അങ്ങാചരിച്ചാൻ. പേയറ്റു നിന്നൊരു ജായയും താനുമായി മായം കളഞ്ഞു വസിക്കും കാലം. സുബ്രുവായുള്ളൊരു ദേവകി ദേവിക്കു ഗർഭവുമുണ്ടായി മെല്ലെ മെല്ലെ. അദ്ഭുത കാന്തിയായി ദുർഭകനല്ലാതൊരത്ഭകനുണ്ടായി വന്നു. സൂനുവെ കണ്ടു നിന്നാനന്ദിച്ചിടുന്നു ആനകതുന്തുബി ദീനനായി. കണ്ണുനീർ തൂകുന്ന ദേവകി തന്നോടെ കയ്യിൽ നിന്നേരം വാങ്ങി നേരെ പെട്ടെന്നു കൊണ്ടുപോയി കംസനു നൽകിനാൻ. പട്ടാങ്ങു ചെയ്യുന്നോരെന്നോ ന്യായം എന്നതു കൊണ്ടൊരു കംസൻ താനന്നേരം ചിന്തിച്ചു ചൊല്ലിനാൻ അന്തൽ നീക്കി. മേനിലുണ്ടാക്കുന്ന ബാലകനല്ലോ എൻ കാലനായി ചാലി വരുന്നതെന്താൻ. കൊല്ലുന്നേയില്ല ഇനി പൈതയിൽ നിന്നു ഞാൻ അല്ലലും തീർത്തു വളർത്താനും നീ. ആനകതുന്തുബി താനതു കേട്ടപ്പോൾ ദീനത കൈവിട്ടു മാനിച്ചുടൻ. ബാലനെ തന്നെയും ദേവകിക്കായിട്ടു ചാല നൽകിയിടിനാൻ കൊണ്ടുപോയി. പിന്നെ അങ്ങെല്ലാരും തന്നോടെ മന്ദിരം തന്നിലിരിക്കും കാലം. ആഗതനായൊരു നാരദൻ കംസനോടാദരവോടു പറഞ്ഞാനപ്പോൾ ബന്ധുവെ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വേണം നീ എന്നു ചെയ്യുവാൻ. നിന്നുടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഈ പാരിടത്തിൽ. വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു പിറന്നിട്ടു വൃഷ്ണികളായി ചമഞ്ഞിതപ്പോൾ.